നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ. അപ്പൊ അധികമൊന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനും പെണ്ണും കൂടിയിട്ട് ഡ്രൈവ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. അതേ ടൈമായിരിക്കും നമ്മളെ സൂ ആണെങ്കിൽ ഭയങ്കര ടെൻഷനിൽ ഇവളെ വിളിക്കുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും, ഇവർക്കാണെങ്കിൽ എപ്പോൾ മെറ്റീരിയൽ കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടാവേ, അവരാണെങ്കിൽ ഇവരെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു റീസണും പറയാണ്ടായിരിക്കും ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും സൂ ആണെങ്കിൽ നമ്മൾ സിങ്ങിനെ വിളിക്കുന്നുണ്ടാവുക. സിങ് ആണെങ്കിൽ പറയും, നീ പേടിക്കണ്ട, ജർമ്മനിയിൽ പോയ ടൈം ഞാൻ ഒരുപാട് കാര്യങ്ങൾ തിങ്ക് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മെറ്റീരിയലിന്റെ കാര്യം കൂടി തിങ്കാക്കിന് എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറയേ. എന്നിട്ട് അവളാണെങ്കിൽ കോള് കട്ട് ചെയ്യുന്നുണ്ടാവും. നമ്മളെ ഹാൻ ആണെങ്കിൽ ഒന്നും ചോദിക്കാതെ കേൾക്കുമ്പോൾ സിങ് ആണെങ്കിൽ ചോദിക്കും, നിനക്ക് എൻ്റെ ഐഡിയ എന്താണെന്ന് അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹാൻ ആണെങ്കിൽ പറയും, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, പിന്നെ ഞാൻ എപ്പോഴും റിസൾട്ടിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ, അതുകൊണ്ട് എനിക്ക് നിന്റെ ഐഡിയ അറിയണ്ടെന്ന് പറയും. നമ്മളെ പെണ്ണും അധികം ഒന്നും പറയില്ലേ. ഇതേ ടൈം ഇതൊന്നും അറിയാണ്ട് നമ്മളെ ലീലി ആണെങ്കിൽ ആ ഒരു മായില്ലേ അയാളെ ഒക്കെ വിളിച്ചിട്ട് മെറ്റീരിയലിനെ ചോദിക്കുന്നുണ്ടാവേ. ഇവരാണെങ്കിൽ എപ്പോൾ ആ ഒരു മായുമായിട്ട് മീൻസ് എന്ന മെറ്റീരിയൽ ഒന്നും വാങ്ങാത്തത് കൊണ്ട് മായും വലിയ താല്പര്യമൊന്നും നമ്മളെ പെണ്ണിന്റെ കാണിക്കുന്നുണ്ടാവില്ല. അതേ ടൈം ആയിരിക്കും നമ്മളെ സൂ ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് സമാധാനിക്കാൻ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഇതേ ടൈം നമ്മളെ സിങ് ആണെങ്കിൽ സപ്ലയർ പ്രോബ്ലം ആണെങ്കിൽ സോൾവ് ആയി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെക്കിന് ഒരു മെസ്സേജ് അയക്കുന്നുണ്ടാവും. അത് കാണുമ്പോൾ നമ്മളെ ചെക്കിനും ലീക്കും ഭയങ്കര സന്തോഷമാകുകയും. അതേ ടൈം നമ്മളെ സൂ ആണെങ്കിൽ ചോദിക്കും, നാളെ ഉച്ചക്ക് നിനക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ, എനിക്ക് നിന്നെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണേനൊന്ന് പറയേ. നമ്മളെ ലീം ഒന്ന് ആലോചിച്ചിട്ട് ഞാനും വരാമെന്ന് പറയുന്നുണ്ടാവും. എന്നാലും അവളെ മൈൻഡിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേ, എന്തിനായിരിക്കുമെന്ന്. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ നൂഡിൽസ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ ചെക്കനാണെങ്കിൽ അവളെ തന്നെ വായി നോക്കി നിൽക്കുന്നുണ്ടാവേ. എന്നിട്ട് അവനാണെങ്കിൽ പറയും, വേഗം പോയിട്ട് കുളിച്ചിട്ട് പോയിട്ട് വേഗം ഉറങ്ങാലോ എന്ന് പറയുമ്പോൾ അവൾ, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, ഞാൻ പിന്നെ വരാമെന്ന് പറയും. നമ്മളെ ചെക്കനും അനങ്ങാണ്ട് പോകുന്നുണ്ടാവേ. പക്ഷേ തിരിച്ച് വരുമ്പോൾ എന്തല്ലോ എഗ്രിമെന്റ് കൊടുത്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. നോക്കുമ്പോൾ എന്നായിരിക്കും ഇവളാണെങ്കിൽ ഇങ്ങനെ കിസ് കാർഡ്, പ്ലേ കാർഡ്, മസാജ് കാർഡ്, പിസ കാർഡ്, അങ്ങനെ ഒരുപാട് കാർഡ് ഇവന് കൊടുത്തിട്ടുണ്ടാവേ. അതിലത്തെ കിസ് കാർഡായിരിക്കും ഇവക്ക് കൊടുക്കുന്നുണ്ടാവുക. അത് കണ്ടപാട് അവളാണെങ്കിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ടാവേ. അവനാണെങ്കിൽ പറയും, ഒറ്റ ഒന്നാ നീ ബോയ് ഫ്രണ്ടിനെ കിട്ടേണ്ട ഒന്നും എനിക്ക് തരുന്നില്ല എന്നൊന്ന് പറഞ്ഞിട്ട് അവിടെ സങ്കടപ്പെട്ടിട്ട് ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് അതിലാണെങ്കിൽ പറയും, ഈ ഒരു കാർഡൊക്കെ നോക്കിയിട്ട് ഏത് കാർഡാ ഞാൻ യൂസ് ചെയ്യുക, മസാജ് കാർഡ് യൂസ് ചെയ്താലോ, എനിക്ക് മേലൊക്കെ വേദനിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവേ. അവക്കാണെങ്കിൽ മനസ്സിലായി ഇപ്പൊ ഇവൻ ഇവളെ വേണമെന്ന്. അതുകൊണ്ട് അവളാണെങ്കിൽ പറയും, വാ ഞാൻ നിനക്ക് മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അതിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ കാണുന്നത് ആ ഒരു സാങ്ങിനെ ആയിരിക്കും. അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു സാങ് ആണ് നമ്മളെ പെണ്ണിന്റെ കമ്പനിയിലേക്ക് മെറ്റീരിയൽ കൊണ്ടുപോകുന്ന സംഭവം ബ്ലോക്ക് ചെയ്തെന്നുള്ള കാര്യം. പക്ഷേ സിങ് ആണെങ്കിൽ ആ ഒരു കാര്യം ക്ലിയർ ചെയ്തത് കൊണ്ട് വേറെന്തോ ഒരു പ്ലാന് നമ്മളെ സാങ് ഇടുന്നുണ്ടാവേ. സാങ് ചോദിച്ചിട്ട് വരെ അവള് പറയുന്നുണ്ടാവില്ല, പിന്നെ നമ്മൾ ചോദിച്ചാൽ പറയൂലല്ലോ. ഈ ഡ്രാമേന്റെ അടുക്ക് പറയുന്നല്ല, എനിക്കറിയാം വേറെ പല ചാനലിലും ഈ ഒരു ഡ്രാമ കംപ്ലീറ്റ് ആയിന്ന്, എനിക്ക് പറ്റുന്ന വേഗത്തിലേ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോൾ പറയുന്നത് പോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വരുന്നപ്പോഴേക്കും ഒരുപാട് ടൈം ആവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വീട്ടിലൊരു വർക്കും കൂടി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്ത് തീർക്കുന്നത്. മീൻസ് എനിക്കും വേഗം ഇടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് ആവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു മറ്റേന്ന് പറയുക റിഗ്രറ്റ് ഒന്നും എനിക്കില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരു ട്രസ്റ്റ് ഉണ്ട്, എന്നെ കാണുന്ന കൂട്ടുകാർ ഉറപ്പായിട്ട് എൻ്റെത് തന്നെ കാണുമെന്നുള്ളത്. അങ്ങനെയുള്ള കുറച്ച് കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാരുണ്ട്, അവർ ഉറപ്പായിട്ട് ഒരിക്കൽ കമന്റ് ചെയ്യണേ. എല്ലാവരും നിങ്ങളൊന്ന് കാണട്ടെ. എനിക്കും കൂടി ഒന്ന് അറിയണമായിരുന്നു എൻ്റെ ചാനലിൽ മാത്രം കാണുന്ന കൂട്ടുകാരുണ്ടോന്ന്. മറ്റുള്ളവരുടെ ചാനലിൽ കാണരുതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ലേ. എനിക്ക് എൻ്റെ ചാനലിൽ കാണുന്ന കൂട്ടുകാരെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് മടിയില്ലാണ്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. ഇതേ ടൈം നമ്മൾ കാണുന്നത് നമ്മളെ സൂ ആണെങ്കിൽ പെണ്ണിനെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടില്ലേ, അതൊരു റെസ്റ്റോറൻറ്റിലായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ട് ഒന്നും കൂടി നമ്മളെ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടാവേ. അതേ ടൈം അവളാണെങ്കിൽ ഒരു കാര്യം ആലോചിക്കും. ഇവളാണെങ്കിൽ ഓഫീസിൽ വരുന്ന ടൈം മറ്റേ സയയും വേറൊരു പെണ്ണും ആണെങ്കിൽ നമ്മളെ സൂനെ കൊണ്ട് സംസാരിക്കുന്നുണ്ടാവേ. അതായത് നമ്മളെ സൂന് കിട്ടിയ ഒരു ജർമ്മനി ഓപ്പർച്യൂണിറ്റി ലീനെ വിട്ടിട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് അവൻ ആക്സെപ്റ്റ് ചെയ്യാണ്ടുന്നത്. അവനത് റിജക്റ്റ് ചെയ്തത് അവന് തന്നെയാണ് നഷ്ടം. അവനാണെങ്കിൽ നമ്മളെ ലീനെ മിസ് ചെയ്യുന്നുള്ള പേടിയുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. എന്നേരായിരിക്കും നമ്മളെ ലീക്ക് അടക്കം നമ്മളെ സൂന് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ള
കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അവളാണെങ്കിൽ ആ ഒരു കാര്യം ഇപ്പൊ ആലോചിച്ചിട്ട് നമ്മളെ സൂന്റെ പ്രപ്പോസൽ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നുണ്ടാവേ. നമ്മളെ ചെക്കന് സങ്കടാവുന്നുണ്ടാവും. അവനാണെങ്കിൽ പറയൂ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് മാറീന്, നിന്നെ ഈ ഒരു കാര്യം പ്രപ്പോസ് ചെയ്യുന്ന ടൈം നീ എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ അത്രക്കൊന്നും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയേ. അതേ ടൈമിൽ ലീ ആണെങ്കിൽ പറയും, നീ ഇത്ര കാലമൊന്നും ഡിപ്രസ്ഡ് ആവണ്ട, ഞാനാണെങ്കിൽ നിന്റെ ബൊക്കെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയൂ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ചെക്കന് ഒരുപാട് സന്തോഷമാകുകയെ. എന്നിട്ട് അവളാണെങ്കിൽ പറയും, നിനക്കൊരു കാര്യം അറിയാം, എനിക്ക് ഇത്ര വലിയ പൈസേൻ്റെ ഫുഡൊന്നും അത്ര ഇഷ്ടമല്ല. ഈ ഒരു ഷോപ്പിൻ്റെ സൈഡ് കോർണറിൽ ഒരു ടോഫു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഫുഡുണ്ട്, ഒരു സ്റ്റിക്കി ടോഫു അങ്ങനെ എന്തോ പറഞ്ഞു ഇവർ, അങ്ങനത്തെ ഒരു ഫുഡുണ്ട്, അതാ എനിക്ക് ഇഷ്ടം എന്ന് പറയേ. അവനാണെങ്കിൽ പറയും, നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ പോയിട്ട് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ടാവും. അവൻ അവിടുന്ന് പോകുന്ന ടൈം നമ്മൾ ലീൻ്റെ മുഖത്ത് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. അവൾ എന്തുകൊണ്ട് ഈ ഒരു ബൊക്കെ സ്വീകരിച്ചെന്ന് അവൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇതേ ടൈം നമ്മളെ ലിഞ്ച ചെക്കനാണെങ്കിൽ ഭയങ്കര സാഡിലായിരിക്കും. അതായത് നമ്മളെ പെണ്ണാണെങ്കിൽ അവനെ ബോയ് ഫ്രണ്ട് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശരിക്കുള്ള ബോയ് ഫ്രണ്ടിന്റെ ഒരു കാര്യം അവന് കിട്ടുന്നുണ്ടാവില്ല. അതുമാത്രമല്ല അങ്ങനത്തെ ഒരു പ്രിവിലേജ് അവനെ എടുക്കാനും പറ്റുന്നുണ്ടാവില്ല. അതുമാത്രമല്ല അങ്ങനത്തെ ഒരു വാല്യൂ അവന് കിട്ടിയിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു സങ്കടത്തിലായിരിക്കും അവനെ ഉണ്ടാവുക. അവനാണെങ്കിൽ ആ ഒരു കാര്യം പറയുന്ന ടൈം അവളാണെങ്കിൽ ഇതുപോലെ വീഡിയോ എടുത്തിട്ടാണെങ്കിൽ പറയൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാം, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ റിയൽ ബോയ് ഫ്രണ്ട് ആയിട്ട് കാണുന്നില്ല എന്നുള്ളൊരു പരാതി എൻ്റെ ബോയ് ഫ്രണ്ടിനുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ അവരെൻ്റെ റിയൽ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ചെക്കന് സന്തോഷമായില്ലേ. അവനാണെങ്കിൽ തുള്ളി ചാടുന്നുണ്ടോ. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കോ, അപ്പോൾ ഒരു ബോയ് ഫ്രണ്ടിനുള്ള എല്ലാ പ്രിവിലേജും എനിക്ക് എടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഒന്ന് പറയേ. പിന്നെ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ തന്നെ കണ്ടോ, എനിക്ക് പറയാൻ നാണം. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കൻ വിളിച്ചിട്ട് അവൻ്റെ ഓഫീസിലേക്ക് പോകുന്ന നമ്മളെ പെണ്ണിനെയായിരിക്കെ. നോക്കുമ്പോൾ എന്നായിരിക്കും ആ ഒരു യൂനി എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസ്സിലെ അവൾ വന്നിട്ടുണ്ടാവേ. അവളെ മുന്നിൽ നമ്മളെ സിങ്ങിനെ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു യൂണിയൻ്റെ ശല്യം പിന്നെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടായിരിക്കും സിങ്ങിനെ വിളിച്ചിട്ടുണ്ടാവുക. പിന്നെ സിങ്ങിനാണെങ്കിൽ ഈ ഒരു യൂണിയനെ കണ്ടിട്ട് ജലസ് വന്നിട്ട് വേറൊരു പ്രശ്നത്തിനും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടിയായിരിക്കെ. അങ്ങനെ ആ ഒരു യൂണിക്കാണെങ്കിൽ സിങ്ങിനെ കണ്ടവിടെ ദേഷ്യം പിടിക്കുന്നുണ്ടാവും. അവൾ അപ്പാട് അവിടുന്ന് പോകുകയെ. അങ്ങനെ ഇവർ രണ്ടാളും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ നിന്ന് പറഞ്ഞിട്ട് താഴോട്ടേക്ക് പോകും. രണ്ടാളും ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. പെട്ടെന്നായിരിക്കും ഒരു വണ്ടി വന്നിട്ട് നമ്മളെ പെണ്ണിനെ കുത്താൻ നോക്കുന്നുണ്ടാവുക. അവളെ രക്ഷിക്കേണ്ടിട്ട് നമ്മളെ ചെക്കൻ അവളെ പിടിച്ചു വലിക്കുമ്പോൾ അവൻ്റെ മുറിവില്ലേ, അത് വല്ലാണ്ട് അവന് പെയിൻ ആവുന്നുണ്ടാവും. അവള് ആംബുലൻസ് വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, വേണ്ട വേണ്ട വേണ്ട, ആംബുലൻസ് വിളിച്ചാൽ മതി എന്ന് പറയൂ. അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ടാവേ. അവൻ കണ്ണ് തുറക്കുന്ന ടൈം നമ്മളെ പെണ്ണ് കരഞ്ഞോണ്ട് നിൽക്കുന്നതായിരിക്കും. അവളാണെങ്കിൽ പറയും, നിനക്കൊരു ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്, പക്ഷേ നീ പേടിക്കൊന്നും വേണ്ട, നിൻ്റെ കൂടെ എപ്പോൾ ഞാനുണ്ടാവും, കുറച്ചു നേരം നീ സുഖമായിട്ട് ഉറങ്ങിക്കൊന്നെന്ന് പറയേ. അവരെ രണ്ടാളും കാണുമ്പോൾ നമുക്ക് സങ്കടമാവും. അങ്ങനെ കുറച്ച് സമയം കഴിയുന്ന ടൈം മുത്തശ്ശനാണെങ്കിൽ നമ്മളെ ചെക്കനെ കാണാൻ വരുന്നുണ്ടാവേ. പെണ്ണാണെങ്കിൽ മുത്തശ്ശനോട് അകത്ത് പോയിക്കൊന്നു പറഞ്ഞിട്ട് അവൾ പുറത്ത് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് മുത്തശ്ശനാണെങ്കിൽ അവനെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ടാവേ. എന്നിട്ട് മുത്തശ്ശനാണെങ്കിൽ പറയൂ, വർക്കിനെ കൊണ്ടൊന്ന് ആലോചിച്ചിട്ട് നീ വറിയാവേ വേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോടുന്നു പറഞ്ഞിട്ടായിരിക്കും മുത്തശ്ശൻ അവിടുന്ന് പോകുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ കാണുന്നത് സൂ ആണെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് ടെൻഷനായിട്ട് നമ്മളെ പെണ്ണിൻ്റെ അടുത്തേക്ക് വരുന്നതായിരിക്കും. സംഭവം എന്നായിരിക്കും, ഇവരെ പ്രൊഡക്റ്റ് ഇല്ലേ അതിൻ്റെ ക്വാളിറ്റീനെ കൊണ്ടാണെങ്കിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിട്ട് അത് ചെക്ക് ചെയ്യുന്നിടം അതിലാണെങ്കിൽ ക്യാൻസർ വരുന്ന രീതിയിലത്തെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും നമ്മളെ പെണ്ണിനെയും പിള്ളേരെയും ആണെങ്കിൽ ആരോ ഒരാൾ ഫ്രെയിം ചെയ്യാൻ നോക്കുന്നതെന്ന്. നമ്മളെ സിങ് ആണെങ്കിൽ പറയും, നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഒരു പ്രസ് മീറ്റിംഗ് വെക്കണം, ഓരോ കാര്യങ്ങളും നമ്മൾ സോൾവ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മാത്രമേ ടൈം ഉണ്ടാവുള്ളൂ, നീ ഇപ്പം ഞാൻ പറയുന്ന പോലെ ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മളെ സൂനോട് ഈ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കനെ ഓപ്പറേഷന് പോകാനും പറഞ്ഞു വിട്ടിട്ട് അവളാണെങ്കിൽ അവൻ കൊടുത്ത മാലയും ധരിച്ചിട്ട് നേരെ ഒരു പ്രസ് മീറ്റിങ്ങിന് പോകുന്നുണ്ടാവേ. അവിടെ കുറേ ആൾക്കാരുണ്ടായിരിക്കും. എന്നാലും നമ്മളെ പെണ്ണ് ഭയങ്കര കോൺഫിഡൻസിലായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലേക്ക് റേഡിയേഷൻ അധികമായിട്ട് ഏറ്റിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വരുന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. ഇവർ വെക്കുന്ന പ്രൊഡക്റ്റിലാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള റേഡിയേഷൻ ഉണ്ടെന്നുള്ള രീതിയിലത്തെ ഒരു ഫേക്ക് വീഡിയോ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ റേഡിയേഷൻ ചെക്ക് ചെയ്യുന്ന ഒരു മെഷീൻ എടുത്തിട്ട് ഇവരെ
പ്രൊഡക്റ്റിൽ നോക്കുന്നുണ്ടാവും. ആ ഒരു പ്രൊഡക്റ്റിലും ഇവളാണെങ്കിൽ വെക്കുന്ന എല്ലാ സ്ഥലത്തും സെയിം റേഡിയേഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഇതുപോലത്തെ ഒരു റേഡിയേഷൻ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതുപോലത്തെ ഒരു വീഡിയോ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. നമ്മളെ പ്രൊഡക്റ്റിൽ നമ്മൾ 100% ഷുവർ ആണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ എവിടെയല്ലാന്നോ പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് ആ പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് റീച്ചൊക്കെ ചെയ്യാമെന്ന് ഭയങ്കര കോൺഫിഡൻറ്റിൽ പറയുമ്പോൾ എല്ലാവരും മീൻസ് നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും അതിൽ വിശ്വസിക്കൂലേ, അതുപോലെ ഇവളെ വിശ്വസിക്കുന്നുണ്ടാവേ. നമ്മളെ മുത്തശ്ശനടക്കം ഇവളിൽ ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ടുണ്ടാവും. ഇംപ്രസ് ആകാത്ത ഒരൊറ്റൊരാളേ ഉള്ളൂ. ആരാണോ ഇവക്ക് പണി കൊടുത്തത് അയാൾ തന്നെ, നമ്മളെ സ്വന്തം സാങ്ങിനാണെങ്കിൽ ഈ ഒരു ന്യൂസൊക്കെ കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവളെ കൈമിഴത്ത ക്ലാസ് ആണെങ്കിൽ നിലത്ത് വെക്കുന്നുണ്ടാവേ. എന്നേരായിരിക്കും സാങ്ങിന് വരെ മനസ്സിലാവുന്നുണ്ടാവുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ ഒരു സാങ് ആണെന്നുള്ള കാര്യമോ. ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ പാട് നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കനെ കാണാൻ വരുന്നുണ്ടാവേ. അവൻ്റെ ഓപ്പറേഷൻ ആണെങ്കിൽ സക്സസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ പെണ്ണിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ ടൂവും ലിഞ്ചി ആണെങ്കിൽ ധൃതി പിടിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടാവേ. നമ്മളെ ടൂ ആണെങ്കിൽ അവളെ കോട്ടൊക്കെ അയച്ചിട്ട് അകത്തേക്ക് പോകുന്ന ടൈം നമ്മളെ ലിഞ്ചി ആണെങ്കിൽ വേറെ എന്തെല്ലോ വിചാരിക്കുന്നുണ്ടാവേ. അവനാണെങ്കിൽ പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ പകല് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു അത് കിട്ടുന്നില്ല, എനിക്ക് നാണം വരുന്നു എന്നൊക്കെ പറയുന്ന ടൈം നമ്മളെ ടൂ ആണെങ്കിൽ പറയും ഇതൊക്കെ ഇപ്പം ചെയ്യണം, എന്നാൽ മാത്രമേ നൈറ്റ് കുറച്ചും കൂടി ഒരു ത്രില്ല് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. നമ്മളെ ലിഞ്ചക്കാണെങ്കിൽ ഭയങ്കര ആവേശമായിട്ട് അവൻ കുപ്പായെല്ലാം ഇരിക്കുന്നുണ്ടാവേ. സംഭവം എന്താ, നമ്മളെ പെണ്ണാണെങ്കിൽ ലൈവ് സ്ട്രീമിങ്ങിനെ കൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളെ ചെക്കൻ വേറെ പലതും വിചാരിച്ചിട്ടുണ്ടാവേ. അവക്കാണെങ്കിൽ ഇവൻ എന്നാ വിചാരിച്ചതെന്ന് വരെ മനസ്സിലാവാണ്ട് അവളിങ്ങനെ ലൈവിനെ കൊണ്ട് എന്തെല്ലോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവേ. നമ്മളെ ചെക്കൻ ഇവളെ തന്നെ നോക്കിയിട്ട് ഓ അതാണോ ലൈവിനല്ലേ നീ ഇത്ര റഷായിട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ ഇവ കുപ്പ അയച്ചിട്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ലിഞ്ച നീ പറഞ്ഞതെന്ന് ചോദിക്കുക. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും നീ വിചാരിക്കുന്ന പോലെയല്ല, നീ ഇങ്ങനെ വന്നപാട് ബെഡ്റൂമിലൊക്കെ പോയത് ഞാൻ പലതും വിചാരിച്ചു പോയി, എൻ്റെ മാത്രം തെറ്റാതെ നീ ഇനി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ വായ അടപ്പിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കൻ ഇതുപോലെ ഓറഞ്ചൊക്കെ മുറിച്ചു കൊടുക്കുന്നതായിരിക്കും. അവനും ഇവളിൽ ഭയങ്കര പ്രൗഡായിരിക്കും. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവൾ എത്ര ക്ലിയർ ആയിട്ട് ഹാൻഡിൽ ചെയ്തതെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവളാണെങ്കിൽ ഇതുപോലെ നാരങ്ങ കൊടുക്കുമ്പോൾ അവനാണെങ്കിൽ നീയും കൂടി തിന്നോന്നൊന്ന് പറയേ. അവള് വേണ്ട എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ പിടിച്ചു കൊടുക്കുന്ന അതേ ടൈമായിരിക്കും മുത്തശ്ശനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. പിള്ളേർക്ക് രണ്ടാക്കും നാളാവുന്നുണ്ടാവേ. പ്രത്യേകിച്ചിട്ട് നമ്മളെ സിങ്ങിനെ മുത്തശ്ശനാണെങ്കിൽ നമ്മളെ പെണ്ണിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ടാവും. അവളാണെങ്കിൽ മുത്തശ്ശനെ ഇപ്പോൾ ചെയർമാൻ എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവും. മുത്തശ്ശനാണെങ്കിൽ പറയും ഹോ ഞാൻ ഇപ്പോൾ ചെയർമാനാണോ, നിങ്ങൾ രണ്ടാളും ശരിക്കും കപ്പിളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ മുത്തശ്ശനെ ചെയർമാൻ എന്ന് മുത്തശ്ശനാണെന്ന് വിളിക്കുന്നുണ്ടാവേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശൻ ഇപ്പൊ നമ്മളെ പെണ്ണിൽ ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ടുണ്ടാവും. മുത്തശ്ശൻ പുറത്തേക്ക് പോകുന്ന ടൈം അവിടെയാണെങ്കിൽ യുവാനെ കാണുന്നുണ്ടാവേ. യുവാനെ കണ്ടപാട് മുത്തശ്ശന്റെ മുഖത്തൊരു ദേഷ്യം ഉണ്ടായിരിക്കും. അത് കാണുമ്പോൾ യുവാനാണെങ്കിൽ ചോദിക്കും ആ ഒരു ഹാന് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശനാണെങ്കിൽ പറയും അവനാണെങ്കിൽ ഒരു കാര്യം വരെ നിന്റെ പേരിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല, പക്ഷെങ്കിൽ ഞാനെന്നാ പൊട്ടനെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ എത്ര കാലമായിട്ട് ഞാനുണ്ട്, അതുകൊണ്ട് എനിക്ക് നീ എന്തെല്ലാം മൂവി ചെയ്യുന്നു ആ ഒരു മൂവിനെ കൊണ്ടൊക്കെ അറിയാം. നിനക്കാകെ ഒറ്റ കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ, ആ കിടക്കുന്ന ഹാനെ കണ്ട അവൻ്റെ അടുത്ത് പോയിട്ട് നീ എന്നാണോ തെറ്റ് ചെയ്തത് അതിനൊക്കെ മാപ്പ് പറയാം, അത്ര മാത്രം നിനക്കൊണ്ട് പറ്റുള്ളൂ എന്ന് പറയൂ. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ സിങ് ആണെങ്കിൽ യുവാനെ കാണാൻ വരുന്നതായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ AI ടൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മെഡിക്കലായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തോ ഒരു പ്രൊജക്റ്റ് പുതുതായിട്ട് ഇറക്കാൻ പോകുന്നുണ്ട്. അതിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഡോങ്യാങ് ഗ്രൂപ്പിലത്തെ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും ഓക്കെ പറയണമായിരിക്കും. യുവാൻ ആണെങ്കിൽ ആ ഒരു ഡോങ്യാങ് ഗ്രൂപ്പിലാണല്ലോ. ഇവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ കൂടിയുള്ള ബാക്കി രണ്ടാൾക്കാരും പറയുന്നത് ഇവക്ക് നല്ല ഉറപ്പായിരിക്കും. ആ ഒരു കാര്യം പറയേണ്ടിയിട്ടായിരിക്കും യുവാൻ്റെ അടുത്ത് ഇവള് വന്നിട്ടുണ്ടാവുക. യുവാനാണെങ്കിൽ ചോദിക്കും ഓ നിനക്ക് എന്നെ അത്ര വിശ്വാസമാണോ, ഈ ഒരു കാര്യത്തിൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു, നിനക്ക് എന്താ ഇത്ര ഉറപ്പ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ യുവാനാണെങ്കിൽ പറയും നീ ഹാനെ കാണാൻ വന്ന കാര്യം ഞാൻ കണ്ടില്ല, നിനക്ക് അവനോട് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ലേ നീ ആണെങ്കിൽ അവനെ കാണാൻ വന്നത്, അവൻ്റെയും കൂടി ഒരു ന്യൂ പ്രൊജക്റ്റ് ആകുമ്പോൾ നീ റിജക്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നിയില്ല എന്ന് പറയാം. പക്ഷേ യുവാൻ എന്നാ പറഞ്ഞേ നമുക്ക് കാണിക്കുന്നുണ്ടാവില്ല. യുവാൻ ആണെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുക ഇല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ വ്യക്തതയില്ല. അങ്ങനെ സിങ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഈനെ കാണുന്നുണ്ടാവും. ഈ ആണെങ്കിൽ പറയും നീ ആണെങ്കിൽ ഹാന എവിടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലല്ല വീൽ ചെയറിൽ
മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അത് മാത്രമല്ല അവൻ അധികം നേരം നിൽക്കാനോ ഇരിക്കാനോ പാടില്ല. അവൻ്റെ കാര്യത്തിൽ കുറച്ചധികം കെയർ കൊടുക്കണം എന്നൊക്കെ പറയേ. നമ്മളെ പെണ്ണും ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചെക്കനെ ആണെങ്കിൽ വീൽ ചെയറിലായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക. അവന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ പെണ്ണിൻ്റെ നിർബന്ധ പ്രകാരമായിരിക്കും കൊണ്ടുവരിക. അങ്ങനെ രാത്രി ഇവർ രണ്ടാളും ഉറങ്ങാൻ കിടക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ടെൻഷനായിട്ട് ഇവനെ നോക്കുന്നുണ്ടാവേ. ഇവൻ ഉറങ്ങുന്ന പോലെ കണ്ടതുകൊണ്ട് ഇവൾ അധികം ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. പക്ഷേ ഇവനാണെങ്കിൽ ഇവക്ക് എന്തോ ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവളോട് എന്നാന്ന് ചോദിക്കും. അവളാണെങ്കിൽ പറയും നാളത്തെ മീറ്റിംഗ് നമുക്ക് രണ്ടാക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നിനക്ക് അധിക നേരം ഇരിക്കാനും പറ്റൂല. ഞാൻ എന്നാ ചെയ്യേണ്ടത്, എനിക്കൊന്നും തിരിയുന്നില്ല എന്ന് പറയേ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ നമ്മളെ ബാക്കിൽ ഇടാൻ പറ്റിയ എന്തോ ഒരു സംഭവം വാങ്ങി കൊടുത്തിട്ടുണ്ടോ. മീൻസ് കുറച്ച് നേരം നമുക്ക് അങ്ങനെ നടുവേദന ഒന്നും വരാത്ത ഒരു സംഭവം അത് നീ വാങ്ങി തന്നെ ഞാൻ അത് ഇട്ടിട്ട് ഇരുന്നോളും. നീ പേടിക്കേ വേണ്ട. നമുക്ക് രണ്ടാക്കും ഈ ഒരു മീറ്റിംഗ് ഇമ്പോർട്ടൻ്റ് അല്ലേ. നീ അതിനെ കൊണ്ട് മാത്രം തിങ്ക് ആക്കിയാൽ മതി. ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ സമാധാനപ്പെടുത്തും. അങ്ങനെ പിറ്റേ ദിവസം രണ്ടാളും ഒരു ഉമ്മയെല്ലാം കൊടുത്ത് ഭയങ്കര ഹാപ്പിയിലും എന്നാലും കുറച്ച് ടെൻഷനും ആയിട്ടായിരിക്കും ആ ഒരു മീറ്റിങ്ങിന് പോകുന്നുണ്ടാവുക. ഈ ഒരു ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഇവർക്കാണെങ്കിൽ പുതിയ ഒരു പ്രൊജക്റ്റിന് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവരെ പ്രൊജക്റ്റ് ആണെങ്കിൽ ഫുൾ ആയിട്ട് ഫ്ലോപ്പ് ആവുകയും അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഇത്ര ടെൻഷൻ. അങ്ങനെ ആ ഒരു മീറ്റിങ്ങിന് പോകുന്നുണ്ടാവും. നമ്മളെ ഹാൻ ആണെങ്കിൽ ഇവളാണ് സിങ്സണിലത്തെ ആ ഒരു വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സിങ്ങിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ആ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ആകുന്ന ടൈം തന്നെ എല്ലാവരും നല്ല കുറച്ച് ആൾക്കാർ നമ്മളെ പെണ്ണിന്റെ ഈ ഒരു പ്രൊജക്റ്റിനെ തള്ളി പറയുന്നുണ്ടാവും. സംഭവം എന്നായിരിക്കും ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഓരോ ഇയറും ഈ ഒരു ഭയങ്കരമായിട്ട് എക്സ്പെൻസ് ആണെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെങ്കിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രോഫിറ്റ് ഇവർ തിങ്കാക്കുന്നതിനേയും കാട്ടി അപ്പുറമായിരിക്കും എന്നായിരിക്കും നമ്മളെ സിങ് പറയുന്നുണ്ടാവുക. അങ്ങനെ നമ്മളെ ചെക്കന് കുറച്ച് നേരം ഇരിക്കുന്നപ്പോൾ തന്നെ പെയിന് വന്നിട്ട് അവൻ എണീസ് നിന്നിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. കുറച്ച് ആൾക്കാരാണെങ്കിൽ നമ്മളെ സിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. കുറച്ച് ആൾക്കാരാണെങ്കിൽ നമ്മളെ സിങ്ങിനെ എതിർക്കുന്നുണ്ടാവുക. യുവാൻ ആണെങ്കിൽ ഒന്നും പറയാണ്ട് നിൽക്കുന്നതായിരിക്കും. അവക്കാണെങ്കിൽ നമ്മളെ ഹാനിന് പെയിന് വരുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ യുവാൻ ആണെങ്കിൽ പറയും കഴിഞ്ഞ പ്രാവശ്യം ഇവനെ വിശ്വസിച്ചിട്ട് നമ്മളൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിപ്പോൾ സക്സസ്സിലാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് എന്തുകൊണ്ട് ഇവനെ വിശ്വസിച്ചുകൂടാന്ന് പറഞ്ഞിട്ട് നമ്മളെ സിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക. അവസാനം നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് വോട്ട് എടുക്കാമെന്ന് പറയും. നമ്മളെ ചെക്കനാണെങ്കിൽ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നവർ അവിടെയുള്ള എല്ലാവരും അവളെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കും. നമ്മളെ പെണ്ണിനെ എതിർത്ത രണ്ടാൾക്കാരും യുവാൻ ആണെങ്കിൽ കൈപൊന്തിക്കുമ്പോൾ അവളെ കൂടെ തന്നെ അവരും കൈപൊന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ഇവളെ പ്രൊജക്റ്റ് ആണെങ്കിൽ പാസ് ആയിട്ടുണ്ടാവും. നമ്മളെ പെണ്ണും ഒരുപാട് ഹാപ്പിയാവും, ചെക്കനും ഹാപ്പിയാവും. നമ്മൾ കാണുന്നത് സു ആണെങ്കിൽ നമ്മളെ ലീൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും. നമ്മളെ സു ആണെങ്കിൽ ജർമ്മനിയിലേക്ക് പോകുന്ന കാര്യം റിജക്റ്റ് ചെയ്തിട്ടില്ലേ, പക്ഷെങ്കിൽ അവനാണെങ്കിൽ ഇപ്പം അത് റീ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനോട് പറയേ അവളെ മുഖം ഒന്ന് വാടുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും ആ ഒരു ഈനിയിലെ അവളാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഈനിയാണെങ്കിൽ നമ്മളെ സു ഇങ്ങനെ ജർമ്മനിയിൽ പോകുന്നത് കൊണ്ട് തന്നെ അവനൊരു ബൊക്കെയൊക്കെ കൊടുക്കുന്നുണ്ടാവേ. നമ്മളെ ലീക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് കുശുമ്പായിട്ട് എന്നാന്നറിയില്ല നിങ്ങൾ രണ്ടാളും സംസാരിച്ചോ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവളെ ക്യാബിനിലേക്ക് പോകും. ക്യാബിനിൽ എത്തിയിട്ടും അവക്കാണെങ്കിൽ നമ്മളെ ചെക്കനെ കൊണ്ടുള്ള ഒരു തിങ്കായിരിക്കും. അത് എന്തുകൊണ്ടാന്ന് നമുക്കറിയില്ല. എന്തുകൊണ്ടായിരിക്കും ഇനി ശരിക്കും ഇവക്ക് നമ്മളെ സൂനോട് ഒരു ഇഷ്ടം വന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. അങ്ങനെ കുറച്ച് സമയം കഴിയുന്ന ടൈം ഈനിയാണെങ്കിൽ നമ്മളെ ലീൻ്റെ അടുത്ത് വന്നിട്ട് നീ ഇങ്ങനെ തിരക്കാന്നു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഇവിടുന്ന് സംസാരിക്കാണ്ട് നമുക്ക് ഒപ്പരം ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് പറയേ. നമ്മളെ ലീം ചിരിച്ചോട് ഓക്കെ പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിലും നമ്മളെ ലീൻ്റെ മൈൻഡിൽ എന്തെല്ലോ ഓടുന്നുണ്ടോ, ഇവളെന്തിനാ ഇപ്പം വിളിച്ചത് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ ഫുഡ് കഴിക്കുന്നുണ്ടാവില്ലേ. ഈനിയാണെങ്കിൽ എന്താ കഴിക്കാത്തതെന്ന് ചോദിക്കും. ലീ ആണെങ്കിൽ പറയും നിനക്ക് വർക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിന്റെ പ്രശ്നം ഒന്ന് പറഞ്ഞു തീർത്തിട്ട് ഞാൻ കഴിക്കാമെന്ന് പറയേ. അതേ ടൈം ഈനിയാണെങ്കിൽ പറയും എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല, ഞാൻ ഇന്ന് സൂനാണെങ്കിൽ ബൊക്കെ കൊടുത്തിട്ടില്ലേ, നമ്മൾ രണ്ടാളും ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണെന്ന് പറയുന്ന ടൈം നമ്മൾ ലീ ആണെങ്കിൽ പറയും ഓ ഇതാണോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം, എനിക്കതിൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയേ. അതേ ടൈം നമ്മൾ ഈനിയാണെങ്കിൽ പറയും സൂന് നിങ്ങളെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, വെറുതെ ഉള്ളൊരു ഇഷ്ടമൊന്നുമല്ല, നല്ല ഇഷ്ടമാണ്, എനിക്ക് സൂനെ ഇഷ്ടമായിരുന്നു, ആ ഒരു കാര്യം ഞാൻ സൂനോട് പറഞ്ഞുതരാം. അവനാണെങ്കിൽ അതൊരു മടിയില്ലാണ്ട് എതിർത്തിന്, മീൻസ് അവന് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിന്. അവന് നിങ്ങളോടുള്ള ഇഷ്ടമാണ്, എന്നോടുള്ള എതിർപ്പ് എന്ന് എനിക്ക് നല്ലോണം അറിയാം, എന്നാലും എനിക്ക് കുഴപ്പമില്ല, അവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും, അവൻ എത്ര ഇമ്മെച്ചുവേർഡ് ആയിരുന്നു നിങ്ങൾക്ക് തന്നെ നല്ലോണം അറിയാം. പക്ഷെങ്കിൽ ഇപ്പം എങ്ങനെയാണ് അവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറിക്കൊണ്ട് നിൽക്കുന്നത്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവൻ്റെ ഇഷ്ടം നീ മനസ്സിലാക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സൂന് വേണ്ടിയിട്ട് മീൻസ് ആരെങ്കിലും
സംസാരിക്കാൻ പോകുന്നൊക്കെ പറയില്ലേ, അങ്ങനെ സംസാരിക്കാൻ വന്നതായിരിക്കും നമ്മളെ ലീ ആണെങ്കിൽ പറയുന്നുണ്ടാവുക ഞാനും അവനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല, അത് മാത്രമല്ല അവൻ ജർമ്മനിയിൽ പോകുന്നത് തന്നെയായിരിക്കും അവന്റെ ഫ്യൂച്ചറിന് നല്ലത്, അതുകൊണ്ട് ഞാനായിട്ട് അവനെ വേദനിപ്പിക്കാൻ തയ്യാറാവൂല എന്നായിരിക്കും നമ്മളെ ലീ പറയുന്നുണ്ടാവുക. അതേ ടൈമിൽ തന്നെ നമ്മളെ ഈനിയാണെങ്കിൽ നിനക്ക് ശരിക്കും നമ്മളെ സൂന ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പെണ്ണ് ഒരു മറുപടിയും പറയണം, നീ ഫുഡ് കഴിക്കുന്ന മാത്രമായിരിക്കും പറയുന്നുണ്ടാവുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മളെ ലീക്കാണെങ്കിൽ സൂന ഇഷ്ടം ഉണ്ടാവുക? അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മറക്കാണ്ട് കമന്റ് ചെയ്യണേ. ഇതേ ടൈം നമ്മളെ യുവാൻ ആണെങ്കിൽ ഫോണിൽ വന്ന ഒരു മെസ്സേജ് നോക്കിയിട്ട് വല്ലാണ്ട് ചിരിക്കുന്നുണ്ടാവേ. നമ്മളെ മുത്തശ്ശനാണെങ്കിൽ എന്നാണെന്ന് ചോദിക്കുമ്പോൾ യുവാൻ ആണെങ്കിൽ പറയും നമ്മളെ ഹാനില്ലേ അവൻ എൻ്റെ അടുത്ത് ടാങ്ക് പറഞ്ഞെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശനും ഭയങ്കര സന്തോഷമാകെ. ഇവര് കസിൻ ആണെങ്കിലും അവരടി കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ പാരൻസിന് ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും അല്ലേ, അതുപോലെ മുത്തശ്ശനും ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഹാനും യുവാനും ഇപ്പോൾ ഒന്നിച്ചേരം മുത്തശ്ശനും ഹാപ്പിയായി. ഇതേ ടൈം നമ്മൾ കേൾക്കുന്നത് അങ്ങോട്ട് മാറി ശരിക്കും നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് ആയിരിക്കും. സംഭവം എന്നായിരിക്കും നമ്മളെ പെണ്ണ് ചെക്കന് ഷേവ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അവൻ കുരുത്തക്കേട് കളിച്ചോട് നിൽക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ പറയും ഉമ്മ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അടങ്ങിയിരിക്കാന്ന് പറഞ്ഞിട്ട് അവളെടുത്തുനിന്ന് കുറേ ഉമ്മയൊക്കെ വാങ്ങുന്നുണ്ടാവേ. അങ്ങനെ അവർ രണ്ടാളും എന്തല്ലോ കുരുത്തക്കേട് കളിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ഈ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സിൽ ഇടാം കേട്ടോ. അത് മാത്രമല്ല നമ്മളെ ചെക്കനാണെങ്കിൽ പിറ്റേ ദിവസം വന്നിട്ട് നേരെ പാല് കുടിക്കാൻ നോക്കി. അവളാണെങ്കിൽ പറയും സൂപ്പ് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് പറയും. ഇവനാണെങ്കിൽ സൂപ്പ് ഇഷ്ടേ അല്ല. എന്നിട്ട് അവനാണെങ്കിൽ പറയും എന്നാൽ പിന്നെ നമുക്കൊരു ഗെയിം കളിക്കാം. അതായത് ഒരു നമ്മൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെഷീനില്ലേ, ആ മെഷീനിൽ ഇത്ര അളവിൽ കറക്റ്റ് ആയിട്ട് വെക്കണം, അങ്ങനെ എന്തോ പറഞ്ഞ കളിയാണ്. അതായത് ഇപ്പം ഞാൻ 154 വെക്കണമെന്ന് പറയൂ, നീ ആ കറക്റ്റ് അളവിൽ വെച്ചിട്ടില്ലെങ്കിൽ നീ അത് കുടിക്കണം, ഞാൻ കറക്റ്റ് അളവിൽ വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ കുടിക്കണം, അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും. അങ്ങനെ രണ്ടാളും കുറേ ഓട്ടം തോറ്റിട്ട് സൂപ്പ് കുടിച്ചിട്ട് ടയേർഡായിട്ട് ഇരിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ഓരോ വെറൈറ്റി ഗെയിം അങ്ങനെ നമ്മൾ കാണുന്നത് ആ ഒരു സാങ്ങിനെയും ചാങ്ങിനെയും ആയിരിക്കും. രണ്ടാളെ സംസാരത്തിലും എന്തെല്ലോ പണി നമ്മളെ ചെക്കനും പെണ്ണിനും ഇട്ടിട്ട് കൊടുക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ചാങ് ആണെങ്കിൽ നമ്മളെ സാങ്ങിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇപ്പം ആ ഒരു ഹാനിനോട് ഇഷ്ടമുണ്ടോയെന്ന്. നമ്മളെ സാങ് ആണെങ്കിൽ പറയൂ എപ്പാന്നോ ഞാൻ നിങ്ങളെ കമ്പനിയിൽ ജോയിൻ ചെയ്തത്, അതിനുശേഷം എനിക്ക് ആ ഒരു കമ്പനിയായിട്ട് ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് തന്നെ അത് ആലോചിച്ചിട്ട് നീ വറീഡ് ആവണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നത് സാങ്ങിന്റെ കളി കണ്ടിട്ട് ഉണ്ടെന്നാ, അല്ലെങ്കിൽ അവളെന്തിനാ റിവെഞ്ച് എടുക്കാൻ നിൽക്കുന്നല്ലേ അമ്മോ അറിയില്ല. അങ്ങനെ നമ്മൾ കാണുന്നത് എന്തോ ഒരു റിപ്പോർട്ട് എടുത്തിട്ട് മുത്തശ്ശനെ കാണാൻ വരുന്ന നമ്മളെ ചെക്കനെ ആയിരിക്കും. മുത്തശ്ശനും ഇവനെ കാണുമ്പോൾ ഇപ്പം ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവനാണെങ്കിൽ അവൻ്റെ കൈമിലത്തെ എഗ്രിമെൻ്റ് ആണെങ്കിൽ മുത്തശ്ശന് കൊടുക്കുന്നുണ്ടാവും. നമ്മളെ ചെക്കനാണെങ്കിൽ എന്തോ ഒരു ബിഗ് പ്ലേ ചെയ്യാൻ പോകുന്നുണ്ട്, അതെന്നാന്ന് ഇപ്പം പറയുന്നില്ല. മുത്തശ്ശനാണെങ്കിൽ പറയും നിനക്ക് എന്നാ നല്ലത് തോന്നുന്നു അത് നീ ചെയ്തോ, നിനക്കാണെങ്കിൽ നല്ല ബുദ്ധിയുണ്ട്, നിന്റെ കസിനായിട്ടുള്ള യുവാനാണെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസും ഉണ്ട്, നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതിലേക്ക് മാത്രമേ പോകുന്നുള്ളതിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെങ്കിൽ ഈ തിരക്കിനിടക്ക് നീ ഒരു കാര്യം വിട്ടു പോവരുത് എന്ന് പറയേ. നമ്മളെ ചെക്കനും ചോദിക്കും അതെന്നാ മുത്തശ്ശാന്ന് ചോദിക്കുന്നത്. മുത്തശ്ശനാണെങ്കിൽ പറയൂ ആ ഒരു സിങ്ങില്ലേ അവൾ നല്ല കുട്ടിയാണ്, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിന്, ഇനി അവൾ നിന്നെ ബ്രേക്കപ്പ് ആക്കുന്നതിനെ കാട്ടി മുന്നേ അവളെ വേഗം കല്യാണം കഴിച്ചോ, എനിക്കും ഇങ്ങനെ കൊച്ചുമക്കളെയൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല എന്നൊന്ന് പറഞ്ഞിട്ടായിരിക്കും മുത്തശ്ശൻ അവിടുന്ന് പോകുന്നുണ്ടോ. നമ്മളെ ചെക്കനും ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാണുന്നത് ചെക്കൻ്റെ ഒരു പ്രസ് മീറ്റിംഗ് ആയിരിക്കും. ആ ഒരു AI ടൂളിൻ്റെ കാര്യം, അവരാണെങ്കിൽ ആ ഒരു AI ടൂളിൽ ഇൻവെസ്റ്റ് ചെയ്ത കാര്യം, അത് മാത്രമല്ല ഈ ഒരു AIനെ കൊണ്ട് പഠിക്കാൻ ഇനി ആർക്കല്ലാന്നോ താല്പര്യം, അവർക്കൊക്കെ നമ്മളെ കൂടെ ചേരാന്നുള്ള കാര്യം, അങ്ങനെ ഒരുപാട് ന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവനാണെങ്കിൽ എല്ലാവരോടും പറയുന്നുണ്ടാവേ. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ സിങ്ങിനും ക്യുന്നിനും മുത്തശ്ശനും യുവാനും ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ സന്തോഷമില്ലാത്ത ഒരൊറ്റ ഒരാളല്ല, രണ്ടാൾക്കാരുണ്ട്. ഒന്ന് നമ്മളെ സാങ്ങും ചാങ്ങും, അവർക്ക് ഇങ്ങനെ സന്തോഷിക്കാണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. അത് മാത്രമല്ല ആ ഒരു പ്രസ് മീറ്റിംഗ് കഴിയുന്ന ടൈം ക്യുന്നാണെങ്കിൽ പറയും ഞാൻ ഉറപ്പായിട്ട് നാട്ടിൽ വരുന്ന ടൈം നീയും സിങ്ങും എനിക്ക് ഡിന്നർ തരണമെന്ന് പറയുന്നുണ്ടാവേ. നമ്മളെ ചെക്കനും അതിന് ഓക്കെ പറയും. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ചാങ്ങിനെ ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ചാങ്ങിൻ്റെ അടുത്തേക്ക് സാങ് വന്നിട്ട് നീ ഇവിടെയാണോ വന്നിട്ട് നിൽക്കുന്നത്, എന്നാ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ചാങ് ആണെങ്കിൽ പറയൂ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എപ്പോൾ ഞാൻ എവിടെയാണ് വന്ന് നിൽക്കല്, എന്നാലും മൈൻഡ് കുറച്ച് ഓപ്പൺ ആക്കുമെന്ന് പറയുമ്പോൾ സാങ് ആണെങ്കിൽ പറയൂ ആ ഒരു ന്യൂസ് നമ്മൾ കണ്ടതല്ലേ, ഇനി നമ്മൾ എന്നാ ചെയ്യുമോ എന്ന് ചോദിക്കുക. അതേ ടൈം
നമ്മളെ ചാങ് ആണെങ്കിൽ പറയൂ നമ്മൾ വിചാരിച്ചത് ആ ഒരു ഹാൻ നമ്മളെ എതിരാളിയാണെന്നാ, പക്ഷെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് മാത്രമാണ് അവൻ എതിരാളി. അവൻ നമ്മളെ കൊണ്ട് തിങ്ക് ആക്കുന്നേ ഇല്ല. നമ്മൾ മാത്രമാണ് അവന് ട്രബിൾ കൊടുത്തോണ്ട് നിൽക്കുന്നത്. അവനാണെങ്കിൽ ഒരാൾക്ക് ട്രബിൾ കൊടുക്കണമെന്നോ ഒരാളെ വിഷമിപ്പിക്കണോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും തിങ്ക് ആക്കുന്നില്ല. നീ ആണെങ്കിൽ നിന്റെ പ്രണയത്തിൻ്റെ പേരിൽ അവനോടൊരു എതിർപ്പുണ്ട്, എനിക്കാണെങ്കിൽ എൻ്റെ ബിസിനസ്സിൻ്റെ പേരിൽ അവനോടൊരു എതിർപ്പുണ്ട്. പക്ഷേങ്കിൽ അറ്റ് ലാസ്റ്റ് നമ്മളെല്ലാവരും ഒരു കോമൺ ആയിട്ടുള്ള ആളല്ലേ, നമ്മൾ എന്തിനാ ഇങ്ങനെ ദേഷ്യവും സങ്കടങ്ങളൊക്കെ വെച്ച് നിൽക്കുന്നതെന്നൊക്കെ നമ്മളെ ചാങ് ആണെങ്കിൽ ഭയങ്കര നല്ലവനായിട്ട് സംസാരിക്കുന്നുണ്ടാവേ. ചാങ് ഇത് എക്സ്പെക്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേങ്കിൽ ചാങ് പറയുന്നതിലും കാര്യമുണ്ട്. ഹാൻ ഇവരെ ഉപദ്രവിക്കുന്നില്ല, ഇവരാണെങ്കിൽ നമ്മളെ ഹാനിനെ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു കാര്യത്തിൽ ഞാൻ ഈ ഒരു ചാങ്ങിന്റെ ഭാഗത്താണ്. പക്ഷേങ്കിൽ ചാങ്ങിന് ഒരു മൂഡ് ഓഫ് ഉണ്ടെങ്കിലും വേറൊന്നും അവൾ പറയുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ സൂവിന്റെ ഫെയർവെൽ ഡിന്നർ പാർട്ടി ആയിരിക്കെ. അതായത് നമ്മളെ സൂ ജർമ്മനിയിൽ പോകുകയാണ്, അതിന്റെ ഒരു പാർട്ടി ആയിരിക്കും. അതേ ടൈം ആയിരിക്കും നമ്മളെ ഹാനിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ടാവും. സംഭവം എന്നായിരിക്കും, ഇവരെ പ്രൊഡക്റ്റിലാണെങ്കിൽ റേഡിയേഷൻ ഉണ്ട്, അതിങ്ങനെ ക്യാൻസർ വരെ വരുത്തുന്നൊക്കെ പറഞ്ഞിട്ട് ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് കൊടുത്തിട്ടില്ലേ, അതിന്റെ പിന്നിൽ ആ ഒരു ചാങ്ങും സാങ്ങും എന്ന് അറിഞ്ഞിട്ട് അവരെ ഇൻവെസ്റ്റിഗേഷന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ എല്ലാവരും അവർക്ക് കിട്ടേണ്ടത് തന്നെയല്ലേ കിട്ടിയത്, അതുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ടെന്ന് പറയേ. എല്ലാവരും ഈ ഒരു കാര്യത്തിലും ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ നമ്മളെ സൂവിന്റെ മുഖത്ത് അത്ര കാര്യം ഹാപ്പി ഉണ്ടാവില്ല. നമ്മളെ സിങ് എത്ര മണിക്കാ ഫ്ലൈറ്റ് എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇങ്ങനെ 11 മണിക്ക് എന്ന് പറയുന്നുണ്ടാവേ. നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും അവിടെ നീ ഫസ്റ്റ് ടൈം അല്ലേ, നീ പേടിക്കണ്ട, നിന്നെ നോക്കണ്ടിട്ട് ഒരാളെ ഞാൻ അവിടെ ഏർപ്പാടാക്കിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സൂനും ഭയങ്കര സന്തോഷമാകും. എന്നിട്ട് അവനാണെങ്കിൽ പറയും ഞാൻ എന്നെ പോലെ തന്നെ എല്ലാവർക്കും നല്ല ഫ്യൂച്ചർ നേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ചിയേഴ്സ് ഒക്കെ അടിക്കുന്നുണ്ടാവേ എല്ലാവരും ഒപ്പം നിന്നിട്ട്. പക്ഷേ നമ്മളെ സൂന്റെ മുഖത്തും നമ്മളെ ലീന്റെ മുഖത്തും മാത്രം സന്തോഷം ഉണ്ടാവില്ല. അതിന്റെ കാരണം നമുക്കറിയാലോ. അങ്ങനെ നമ്മൾ കാണുന്നത് സങ്കടത്തിന്റെ പേരിൽ ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മളെ പെണ്ണിനെ ആയിരിക്കെ ഉപദേശിക്കാനായിട്ട് അങ്ങോട്ടേക്ക് കണ്ണട പോകുന്നുണ്ടാവും. ഞാൻ പിന്നെ പറയണ്ടല്ലോ, കണ്ണടയാണെങ്കിൽ ഓരോ കാര്യം പറയുമ്പോൾ നമ്മളെ പെണ്ണിന് ദേഷ്യം പിടിക്കുന്നുണ്ടാവേ. അതേ ടൈം കണ്ണടയാണെങ്കിൽ പറയൂ ഏസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് നിന്നോട് കള്ളുകൂടി നിർത്തുന്നേ പറയാൻ പറ്റുള്ളൂ. നിന്റെ പ്രശ്നം എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കേൾക്കാം. അല്ലാണ്ട് നീ ഇപ്പം കുടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വിഷമം നാളെ ആകുന്നൊക്കെ തന്നെ പിന്നെയും ഓർമ്മയിൽ വരിക. അതിനെയും കാട്ടി ബെറ്റർ ആരോടെങ്കിലും തുറന്ന് പറയുന്നതല്ലേ നിന്ന് പറയേ. നമ്മളെ പെണ്ണ് തുറന്ന് പറഞ്ഞനോ ഇല്ലേന്ന് ഇപ്പം കാണിക്കുന്നില്ല. അങ്ങനെ നമ്മളെ പെണ്ണ് വീട്ടിൽ വരുന്നേരം അവിടെയാണെങ്കിൽ ഒരു പെട്ടി ഉണ്ടാവേ. ആ ഒരു പെട്ടി ഓപ്പൺ ആക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള എന്തെല്ലോ ആയിരിക്കുക. അതൊക്കെ കാണുമ്പോൾ അവർക്ക് സങ്കടം വരുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇവൾ ഏതെല്ലാം ടൈം ആവുന്നോ ഭയങ്കര ഡൗൺ ആയിട്ടുള്ളത് ആ ടൈം മൊത്തം ഇവനാണെങ്കിൽ ഇവളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഇവളെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇവക്കാണെങ്കിൽ അവളെ ഒരു പ്രണയം തുറന്ന് പറയാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരിക്കും. അത് മാത്രമല്ല ഇന്നലെ ഡ്രിങ്ക്സ് ചെയ്യുന്ന ടൈം കണ്ണടയാണെങ്കിൽ ഇവളോട് പറഞ്ഞിട്ടുണ്ടാവേ എനിക്കാണെങ്കിൽ നിന്നെ ഇഷ്ടമായിരുന്നു, പക്ഷേ നീ എങ്ങനെയാണോ എന്നെ സ്നേഹിച്ചത് അതിൻ്റെ അത്ര എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ സൂ അങ്ങനെയല്ല, ഞാൻ എത്രയാണോ നിന്നെ സ്നേഹിച്ചത് അതിൻ്റെ ഡബിൾ ആവാൻ നിന്നെ സ്നേഹിച്ചത്. നിനക്ക് അവനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും അതിന് റിഗ്രറ്റിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയേ. അതും കൂടി കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിനെ സഹിക്കാൻ കഴിയാണ്ട് അവൾ നേരെ എയർപോർട്ടിലേക്ക് പോകും. നമ്മളെ ചെക്കനാണെങ്കിൽ ഇവളെ കണ്ടപാട് ഹഗ് ചെയ്യുന്നുണ്ടാവേ. ആ ഒരു ഹഗ്ഗിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് രണ്ടാക്കുള്ള ആ ഒരു ഇഷ്ടം. അങ്ങനെ നമ്മളെ പെണ്ണിന്റെ വിഷ് ലിസ്റ്റിൽ നമ്മളെ ചെക്കൻ ആകെ ചെയ്യാൻ ബാക്കിയുള്ളത് നമ്മളെ പെണ്ണിന്റെ പേരൻസിനെ കാണാൻ പോകുമെന്നുള്ളതല്ലേ. അതാണെങ്കിൽ അവൻ ഈ ഒരു പ്രാവശ്യം ചെയ്യുന്നുണ്ടാവേ. നമ്മളെ ചെക്കനും പെണ്ണും ആണെങ്കിൽ വീട്ടിലേക്ക് പോകുന്നുണ്ടാവും. അച്ഛനും അമ്മയും ഹാപ്പി ആയിരിക്കും, പക്ഷെ അത്രയ്ക്ക് ഹാപ്പി ആയിരിക്കില്ല. ലാസ്റ്റ് ടൈം ഇവർ ബ്രേക്കപ്പ് ആയ കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മക്കും അറിയാലോ. അപ്പോൾ ഒന്നും കൂടി ഇവരിങ്ങനെ മാച്ച് ആവുന്ന ടൈം ഇനി എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളൊരു ടെൻഷൻ നമ്മളെ പേരൻസിനെ പോലെ തന്നെ സിങ്ങിന്റെ പേരൻസിനും ഉണ്ടാവേ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നേരം മേശ മൊത്തം സ്പൈസി ആയിട്ടുള്ള ഫുഡ് മാത്രമായിരിക്കും ഉണ്ടാവുക. നമ്മളെ പെണ്ണിന് സ്പൈസി ഭയങ്കര ഇഷ്ടമായിരിക്കും. ചെക്കനാണെങ്കിൽ അത് ഒട്ടും പറ്റുന്നും ഉണ്ടാവില്ല. പക്ഷേ അവനാണെങ്കിൽ അവക്ക് വേണ്ടിയിട്ട് ഒരു സ്പൈസി ഫുഡ് കഴിക്കുന്നുണ്ടാവും. കുറച്ച് കഴിക്കുന്നപ്പോൾ തന്നെ അവനാണെങ്കിൽ ചുമയൊക്കെ വരുവേ. അച്ഛനാണെങ്കിൽ പറയൂ നിനക്കൊരു കാര്യം അറിയാം, ഇവക്കാണെങ്കിൽ സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ നിന്നെ കൊണ്ട് കുറച്ച് വരെ തിന്നാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് ലോങ് ഒപ്പരം ജീവിക്കുമോ എന്ന് ചോദിക്കും. അന്നത്തെ പ്രശ്നം വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും
പറയും അന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ കുറവുണ്ടായത് കൊണ്ട് മാത്രമാണ് ഇത്ര കാര്യം പ്രശ്നങ്ങൾ ഉണ്ടായത്, ഇനി ഉറപ്പായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടാവൂല എന്ന് പറയും. അതേ ടൈം നമ്മൾ സിംഗ് ആണെങ്കിൽ പറയും പ്രശ്നം ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, സംടൈംസ് ഉണ്ടാവുമായിരിക്കും, പക്ഷേങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്നാണ് പ്രശ്നം, ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ നോക്കുന്നെന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ അച്ഛനും അമ്മക്കും സന്തോഷമായിട്ട് അവരാണെങ്കിൽ പോയിട്ട് സ്പൈസി ഒന്നും ഇല്ലാത്ത ഫുഡ് എടുത്തിട്ട് കൊണ്ടുവെക്കുന്നുണ്ടാവേ. സംഭവം ഇവരങ്ങനത്തെ ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും, പക്ഷേങ്കിൽ ഇവനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കൊടുക്കാന്ന് വെച്ചിട്ട് നിൽക്കുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് തിന്നുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അച്ഛനും അമ്മയും നമ്മളെ സിംഗിനെ ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല, മൊത്തം ഹാൻഡായിരിക്കും കൊടുക്കുക. അങ്ങനെ നമ്മൾ കാണുന്നത് സൂനി ലീലീനെ ആയിരിക്കും. രണ്ടാളും രണ്ട് സ്ഥലത്തായതുകൊണ്ട് രണ്ടാൾക്കും പരസ്പരം മിസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും നമ്മളെ ലീ ആണെങ്കിൽ പറയുന്നുണ്ടാവുക എനിക്കാണെങ്കിൽ എന്തോ ഒരു എക്സ്പോ വരാനിരിക്കുന്നുണ്ട്, അത് ഇവൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു കാര്യം നമ്മളെ പെണ്ണാണെങ്കിൽ പറയുമ്പോൾ സൂക്ക് ഭയങ്കര സന്തോഷമാവേ. അവനാണെങ്കിൽ പറയും അന്ന് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് കാണണം എന്ന് പറയുമ്പോൾ നമ്മളെ ലീം അതിന് ഓക്കെ പറയുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ ചെക്കനും പെണ്ണും വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കുന്നതായിരിക്കും. അമ്മയാണെങ്കിൽ ഇന്ന് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരാണെങ്കിൽ നിർബന്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈം നമ്മളെ ചെക്കൻ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു സ്യൂട്ട് കേസ് ഇല്ലേ അത് അടക്കാൻ നോക്കുന്നതായിരിക്കും. പക്ഷേ അവരെ കൊണ്ട് പറ്റുന്നേ ഉണ്ടാവില്ല, എന്നാലും കഷ്ടപ്പെട്ടിട്ട് അടച്ച് കഴിയുമ്പോഴേക്കും അച്ഛനാണെങ്കിൽ വേറെന്തോ സാധനം എടുത്തിട്ട് ഇതും കൂടി അതിൻ്റെ ഉള്ളിൽ വെക്കുമെന്ന് പറയുന്നുണ്ടാവുക. അവൻ്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയാൽ എനിക്കാറ്റാണെങ്കിൽ ദേഷ്യം വരുന്നു, പക്ഷേ അവനാണെങ്കിൽ സമാധാനത്തിൽ ഞാൻ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മേലെ കയറി ഇരുന്നിട്ടൊക്കെ എനിക്ക് അത് അടക്കാൻ നോക്കുന്നുണ്ടാവുക. കാണുമ്പോൾ തന്നെ ചിരി വരുവേ. അതേ ടൈം അമ്മയാണെങ്കിൽ പറയും എന്തായാലും നിങ്ങൾ പോകുന്നല്ലേ നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരൊരു ഫാമിലി ഫോട്ടോ എടുക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ നേരെ വന്നിട്ട് ഇവരെ ഒരു ഫ്രിഡ്ജില്ലേ ആ ഒരു ഫ്രിഡ്ജിൽ ആ ഒരു ഫാമിലി ഫോട്ടോ ഒട്ടിച്ചു വെക്കുക. അത് മാത്രമല്ല അവളെ വിഷ് ലിസ്റ്റ് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അവളോട് പറയുമ്പോൾ അവളും ഓക്കെ പറയും. എവിടെ ആയിരിക്കും എന്നറിയാം, നമ്മളെ റൂഫ് ടോപ്പില്ലേ അങ്ങോട്ടേക്കായിരിക്കേ. അവളാണെങ്കിൽ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പറയും നിന്നെ ഞാൻ മീറ്റ് ചെയ്ത ടൈം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നീ എൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാകുമെന്ന്, പക്ഷെങ്കിൽ ഇനി ലൈഫ് ലോങ് ഞാൻ നിൻ്റെ കൂടെയും നീ എൻ്റെ കൂടെയും ഉണ്ടാകാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ പ്രപ്പോസ് ചെയ്യേ. അവളാണെങ്കിൽ ഉറപ്പായിട്ട് ഓക്കെ പറയുമല്ലോ. അവൾ ഓക്കെ പറയുന്ന ടൈം അവനാണെങ്കിൽ അവക്കിതാ ഇതുപോലെ റിങ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത് നടക്കട്ടെ. ഈ ടൈം നമ്മൾ ടൂനിൽ ലിൻസനെയും അമ്മേനെ നോക്കുന്നാണെങ്കിൽ അവരെപ്പത്തെ പോലെ ഹാപ്പി ആയിരിക്കും. അമ്മയായിരിക്കും ഇപ്പൊ ബാറിൽ പാട്ടൊക്കെ പാടുന്നുണ്ടാവുക. നമ്മളെ ചെക്കനാണെങ്കിൽ ചെറിയ കുശുമ്പൊക്കെ ഉണ്ടാവേ. നമ്മളെ ടൂ ആണെങ്കിൽ അമ്മേനെ കുറെ സ്നേഹിക്കുന്നതില്ലേ, പക്ഷേങ്കിൽ അവര് മൂന്നാളും ഭയങ്കര ഹാപ്പി ആയിരിക്കും. എനിക്ക് ഇവരെയാണ് ഈ ഒരു ഡ്രാമയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ നമ്മളെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വെഡ്ഡിങ് രജിസ്ട്രേഷൻ്റെ ദിവസമായിരിക്കെ. അങ്ങനെ അവരാണെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വരുന്ന ടൈം ആയിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ ഒരു സിഗ്നലിൽ നിർത്തുന്നുണ്ടാവുക. ഈ ഒരു സിഗ്നൽ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഫസ്റ്റ് ടൈം അല്ല, പിന്നെയും നമ്മളെ ചെക്കനാണെങ്കിൽ നമ്മളെ പെണ്ണിനെ കണ്ട സ്ഥലമായിരിക്കും ഇത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ പെണ്ണിനോട് ചെക്കൻ പറയുമ്പോൾ അവക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ എന്തോ ഒരു കാര്യം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേരം പെണ്ണാണെങ്കിൽ എന്നാണെന്ന് ചോദിക്കുക. അവനാണെങ്കിൽ മടിയിലിരിക്കുന്നെന്ന് പറയും. അങ്ങനെ അവൾ ഇരുന്നിട്ട് നോക്കുമ്പോൾ എന്നായിരിക്കും ഇവരെ വെഡ്ഡിങ് എവിടെ വെച്ചിട്ടാന്നുള്ള ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും. അവനാണെങ്കിൽ പറയും നമ്മളെ കല്യാണം ഒരിക്കലേ നടക്കുള്ളൂ, അതുകൊണ്ട് നല്ല സ്ഥലത്ത് നമുക്ക് പോകണം എന്നൊക്കെ പറയുന്ന ടൈമായിരിക്കും അവൾ പറയുന്നുണ്ട് നിനക്കറിയാം എനിക്ക് എവിടുന്ന നമ്മളെ കല്യാണം കഴിക്കണ്ടേന്ന് ചോദിച്ചിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഈ സ്ഥലമായിരിക്കും. ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ട, ഇവർ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം നമ്മളെ ചെക്കനോടാണെങ്കിൽ ഇഷ്ടമില്ലാത്ത സമയത്ത്, അതായത് ഇവർ രണ്ടാളും റിലേഷൻ ഇല്ലാത്ത സമയത്ത്, പിന്നെ ഇവർ രണ്ടാളും പിന്നെയും കണ്ടുമുട്ടിയ സ്ഥലം, പിന്നെ അവിടെ തന്നെ കല്യാണം കഴിക്കുമ്പോൾ അതൊരു സ്പെഷ്യൽ ആണല്ലോ. അങ്ങനെ അവരാണെങ്കിൽ അവിടെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ടൈമായിരിക്കും. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു മുത്തശ്ശനെയും മുത്തശ്ശിനെയോ ആ ഒരു മുത്തശ്ശനെയും ഇവർ പിന്നെയും കാണുന്നുണ്ടാവും. ആ മുത്തശ്ശനാണെങ്കിൽ നിന്റെ ഭാര്യ ആയല്ലേ അവളിപ്പോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ചെക്കൻ ഭയങ്കര പ്രൗഡിൽ നിന്ന് പറയും. അങ്ങനെ അവരെ രണ്ടാളെയും ഫോട്ടോ ആ ഒരു മുത്തശ്ശനും മുത്തശ്ശി എടുത്തു കൊടുക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. നേരത്തെ കാണിച്ച സീനോട് കൂടിയിട്ട് ഈ ഒരു ഡ്രാമ അവസാനിച്ച്, എന്നാലും ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 12 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഒരു എപ്പിസോഡ് വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതിനായിട്ട് വേറൊരു വീഡിയോ ഇടണ്ടല്ലോ. നമ്മൾ കാണുന്നത് ഒരു വർഷത്തിന് ശേഷമായിരിക്കും നമ്മളെ ചെക്കനും പെണ്ണും ഇപ്പം വെൽ സെറ്റിൽഡ് ആയിരിക്കും. മുത്തശ്ശനാണെങ്കിൽ ഇവർക്ക് വേണ്ടി ഒരു വീട് തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ടാവേ. നമ്മളെ പെണ്ണാണെങ്കിൽ ഇതുപോലെ ചെടിയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നമ്മളെ ചെക്കനോട് നിനക്കൊരു ബേബീനെ വേണമെന്ന്
ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കേ. അവനാണെങ്കിൽ പറയും നിനക്ക് എപ്പാന്ന് ഒരു കുഞ്ഞനെ വേണ്ടത്, എന്നേരം മാത്രം എനിക്കും ഒരു കുഞ്ഞനെ മതി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ എടുത്തിട്ട് ഇതുപോലെ പോകുന്ന ടൈമായിരിക്കും 4 വർഷം കഴിയുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ പെണ്ണ് പ്രഗ്നന്റ് ആയിരിക്കും, ഇതുപോലെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. നമ്മളെ ചെക്കനാണെങ്കിൽ അവളെ കാലൊക്കെ ഇതുപോലെ തടവി കൊടുക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ പറയും എനിക്ക് തോന്നുന്നത് നമ്മളെ കുട്ടി ഭയങ്കര നോട്ടി ആയിരിക്കുന്ന, ഇന്നലെ രാത്രി ഒന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല, സംടൈംസ് അവന് എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും അവനെ ഇങ്ങനെ ഉറക്കാൻ വിടാത്തത്, അങ്ങനെ ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിച്ചിട്ട് ഇതുപോലെ ഒരു ക്ലാസ് എടുക്കാൻ നോക്കുന്നേരം ആ ഒരു ക്ലാസ് ആണെങ്കിൽ പൊട്ടുന്നപ്പക്കനെ 7 വർഷം കഴിയും. അപ്പത്തേക്ക് ഇവർക്കാണെങ്കിൽ ഒരു ആൺകുട്ടി ഉണ്ടായിട്ടുണ്ടാവും. അതാണെങ്കിൽ ഇവർ പറഞ്ഞ പോലെ കുരുത്തം കെട്ടതായിരിക്കെ. അങ്ങനെ നമ്മളെ പെണ്ണും ചെക്കനും ആണെങ്കിൽ ഓരോന്ന് സംസാരിക്കുന്നേരം നമ്മളെ ഹാൻ ആണെങ്കിൽ അതിനെ വിളിച്ചിട്ട് നമ്മളെ ചെക്കൻ്റെ ക്ലാസ്സിലെ അതെടുത്തിട്ട് വരാൻ പറയുന്നുണ്ടാവേ. അവനാണെങ്കിൽ അകത്തേക്ക് ഓടിപ്പോകുന്നേരം നമ്മളെ ഹാൻ ആണെങ്കിൽ നീ എടുത്തോ എന്ന് ചോദിച്ചിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഇവർക്ക് രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുന്നതായിരിക്കും. രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയായിരിക്കും. നമ്മളെ പെണ്ണിനാണെങ്കിൽ നല്ല ലോങ് ഹെയർ ഒക്കെ വന്നിട്ട് ഭയങ്കര ക്യൂട്ട് ഇപ്പം കാണാൻ. അങ്ങനെ പിള്ളേർ രണ്ടാളും കുറച്ചും കൂടി വണ്ണം വെച്ചിട്ടുണ്ടാവേ. നമ്മളെ പെണ്ണും ചെക്കനും ആണെങ്കിൽ അവരെ വളർച്ചയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. നമ്മളെ ഹാൻ ആണെങ്കിൽ പിള്ളേരോട് പോയിട്ട് വല്ലതും പഠിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടാളും അകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് നമ്മളെ പെണ്ണിനാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുക. അങ്ങനെ അവളാണെങ്കിൽ പറയും നമ്മളെ ടൈമൊക്കെ എത്ര പെട്ടെന്നാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത്, നമ്മളാണെങ്കിൽ പ്രണയിച്ചു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, കല്യാണം കഴിച്ച് നമുക്കിപ്പം മക്കളായി, ഇനിയിപ്പോൾ നമ്മൾ വയസ്സാകും, നമ്മൾ മരിക്കും എന്നൊക്കെ പറയുന്നേരം ഹാൻ ആണെങ്കിൽ നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുക. അവളാണെങ്കിൽ എനിക്ക് മരിക്കാനൊന്നും പേടിയില്ല, കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ അത്രക്ക് ഹാപ്പിയാണ്, പക്ഷെങ്കിൽ എനിക്കൊരൊറ്റ കാര്യം നിന്നോട് പറയാനുള്ളൂ, എന്നെയും കാട്ടി മുന്നേ നീ മരിക്കാൻ പാടില്ല, എനിക്ക് ശേഷം മാത്രം നീ എപ്പോൾ വേണമെങ്കിലും മരിച്ച, പക്ഷെങ്കിൽ ഞാൻ ഉണ്ടാവുന്ന ടൈം നീ മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും ഇതുപോലെ കൈ പിടിച്ചിട്ട് പിന്നെ നമ്മൾ കാണുന്നത് അവൾ ആഗ്രഹം പോലെ തന്നെ അല്ല, അവളാണെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ടാവുമായിരിക്കും, നമ്മളെ ഹാൻ ആണെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടാവുമായിരിക്കും. അവളിപ്പോൾ ഒരു മുത്തശ്ശിയായിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മളെ ചെക്കൻ കൊടുത്ത ഗിഫ്റ്റും സൈഡിൽ വെച്ചിട്ട് അവളിതാ ഇതുപോലെ ഇരുന്നിട്ട് പാസ്റ്റ്, അതായത് മുന്നിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൈൻഡിലൂടെ റീവൈൻ ചെയ്ത് പോകുന്ന സ്ഥലത്തായിരിക്കും ഈ ഒരു ഡ്രാമയെ അവസാനിക്കുന്നുണ്ടാവുക. നമ്മളിങ്ങനെ പറയുന്ന കേട്ടിട്ടില്ലേ, എനിക്കും അറിയില്ലേ, ഇങ്ങനെ നമ്മൾ മരിക്കാൻ കിടക്കുന്ന ടൈം നമ്മളെ മൈൻഡിലൊക്കെ 7 മിനിറ്റ് 7 സെക്കൻഡ് അങ്ങനെ അറ്റോ നമ്മളെ മൈൻഡ് എപ്പോഴും ആലോചിക്കുന്നത് നമ്മൾ അത്ര കാലം, അതായത് ജനിച്ച തൊട്ടിട്ട് മരിക്കുന്നവരെ എന്നാണോ സംഭവിച്ചത്. ഡ്രാമ ആയാലും ലൈഫ് ആയാലും ഒരിക്കൽ എല്ലാവരും മരിക്കും, അതൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതിന്, നിങ്ങൾക്കും അതുപോലെ അന്നെന്ന് വിചാരിക്കുന്നത്. അടുത്ത ഡ്രാമയായിട്ട് നാളെ തന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.